ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് കാർഡ് വിഡ്ജറ്റ് ആണ്. കാർഡ് വിഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ ഡിസൈൻ വിഡ്ജറ്റ് ആണ്. സോ ഇതെന്ന് പറയുന്നത് ഒരു പാനലാണ്, സ്ലൈറ്റ്ലി റൗണ്ടഡ് കോർണേഴ്സ്. ഇത് നമ്മൾ എഡിറ്റ് ചെയ്ത് താഴെ കാണുന്ന ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് നമ്മൾ എഡിറ്റ് ചെയ്തതാണ്. സോ ഒറിജിനൽ കാർഡ് എന്ന് പറയുന്നത് ചെറിയൊരു റൗണ്ടഡ് കോർണർ ഉണ്ടായിരിക്കും, അതുപോലെ നമുക്കൊരു ചെറിയൊരു ഷാഡോയും ഉണ്ടായിരിക്കും താഴോട്ട്. സോ ഇത്തരത്തിൽ നമുക്ക് പ്രത്യേകം നമ്മൾ പ്രോപ്പർട്ടീസ് കൊടുക്കാതെ തന്നെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് നമുക്കിത് ലഭിക്കുന്നതായിരിക്കും. സോ ഇതിനുള്ളിൽ നമുക്ക് ഫോട്ടോസ് കൊടുക്കാം, ബാക്കിയുള്ള ടെക്സ്റ്റ് കൊടുക്കാം, ഐക്കൺ കൊടുക്കാം, ബാക്കിയുള്ള എല്ലാ വിഡ്ജറ്റും നമുക്ക് കൊടുക്കാൻ സാധിക്കും. സോ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതുപോലെ ഇതിൻ്റെ ഷാഡോയും അതുപോലെ ഷേപ്പും നമുക്കിതുപോലെ കൺട്രോൾ ചെയ്യാനും ചേഞ്ച് ചെയ്യാനും സാധിക്കുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. സോ നമ്മൾ VS കോഡ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഒരു ബ്ലാങ്ക് സ്ക്രീനാണുള്ളത്. സോ നമ്മൾ ആദ്യം ബോഡിക്കുള്ളിൽ ഒരു കോളം കൊടുക്കുന്നു. കോളം ക്രിയേറ്റ് ചെയ്യാം, കോളം വിഡ്ജറ്റ്. സോ ഇതിനുള്ളിൽ നമ്മൾ ചിൽഡ്രൻ. സോ നമുക്ക് ആദ്യത്തെ ചിൽഡ്രൻ ക്രിയേറ്റ് ചെയ്യാം. നമ്മളിവിടെ കാർഡ് എന്ന് പറയുന്ന വിഡ്ജറ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. കാർഡ് എന്ന് പറയുന്ന വിഡ്ജറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇതിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ കാർഡ് കൊടുക്കാൻ സാധിക്കും. സോ കാർഡിൽ ഇതിനുള്ളിൽ നമുക്ക് ഏത് വിഡ്ജറ്റും നമുക്ക് ഉപയോഗിക്കാം. സോ ആദ്യം അതിനുള്ളിൽ നമ്മളൊരു ചൈൽഡ് വിഡ്ജറ്റിനുള്ളിൽ നമ്മൾ മറ്റൊരു കോളം. ഓക്കെ, സോ കോളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മറ്റു വിഡ്ജറ്റുകൾ ഉപയോഗിക്കാൻ സാധിക്കും. സോ അതിനുള്ളിൽ ചിൽഡ്രനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് വിഡ്ജറ്റ്, ഇമേജ് വിഡ്ജറ്റ്, ഐക്കൺ തുടങ്ങിയവയെല്ലാം കൊടുക്കാൻ സാധിക്കും. നമ്മൾ കാർഡ് പഠിക്കുന്നതോടുകൂടി നമ്മൾ മറ്റൊരു പുതിയ വിഡ്ജറ്റ് കൂടി നമ്മളിവിടെ പഠിക്കുന്നു. ലിസ്റ്റ് ടൈൽ എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റ്, ലിസ്റ്റ് ടൈൽ. സോ ഇത് നമുക്ക് ഐക്കൺസ് അതുപോലെ ഒക്കെ ടൈറ്റിലും അതുപോലെ സബ് ടൈറ്റിലൊക്കെ കൊടുക്കാൻ സാധിക്കും. സോ ആദ്യം നമ്മൾ കൊടുക്കുന്നത് ടൈറ്റിലാണ്. സോ നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്നു. ടൈറ്റിൽ നമ്മളൊരു ടെക്സ്റ്റ് വിഡ്ജറ്റാണ്. ഓക്കെ, ടെക്സ്റ്റ് വിഡ്ജറ്റിനുള്ളിൽ നമ്മൾ തൽക്കാലം CBI5 എന്ന് കൊടുക്കാം. CBI5 എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. ഇതിനൊരു റൗണ്ടഡ് കോർണർ ഉണ്ടായിരിക്കും, ചെറുതായിട്ടുള്ള റൗണ്ടഡ് ആയിട്ടുള്ള ഒരു കോർണർ ഉണ്ടായിരിക്കും. അതുപോലെ താഴെ ഒരു എലിവേഷൻ, ഒരു ഷാഡോ ഉണ്ടായിരിക്കും. സോ ഇത് നമ്മൾ പ്രത്യേകം ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാർഡ് വിഡ്ജറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഡീഫാൾട്ടായിട്ട് ലഭിക്കുന്നതായിരിക്കും. പ്രത്യേകം സ്റ്റൈൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്റ്റൈൽ അതിന് നിലവിച്ചിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ എന്നറിയില്ല. ഒരു ചെറിയ റൗണ്ടഡ് കോർണറും അതുപോലെ താഴെ ഒരു ഷാഡോയും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. സോ അതിന് താഴെ നമുക്ക് സബ് ടൈറ്റിൽ കൊടുക്കാം. സബ് ടൈറ്റിൽ. സോ നമ്മളിവിടെ ടെക്സ്റ്റ് വിഡ്ജറ്റ് മമ്മൂട്ടി എന്ന് കൊടുക്കാം. മമ്മൂട്ടി. സേവ് ചെയ്യാം. ഈ രീതിയിൽ ലഭിക്കും. സോ ഇതിന് നമുക്ക് കാർഡിന് നമുക്ക് കളർ കൊടുക്കാം. സോ നമ്മളിവിടെ കളർ നമ്മൾ ഒരു കളേഴ്സ് ഡോട്ട് നമ്മൾ ബ്ലൂ ഗ്രേ എന്ന് പറയുന്ന ഈ കളർ കൊടുക്കാം. ബ്ലൂ ഗ്രേ. സേവ് ചെയ്യാം. ഈ രീതിയിൽ ലഭിക്കും. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളർ നമ്മൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ലിസ്റ്റ് ടൈൽ എന്ന് പറയുന്ന ആ ഒരു വിഡ്ജറ്റിനുള്ളിൽ വരിക. അതിനുശേഷം നമ്മൾ ടെക്സ്റ്റ് കളർ നമുക്ക് കളേഴ്സ് ഡോട്ട് വൈറ്റ് കൊടുക്കാം. സോ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ടെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്യുന്നത് ലിസ്റ്റ് ടൈൽ എന്ന് പറഞ്ഞ വിഡ്ജറ്റിനുള്ളിലാണ്. കാർഡുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ് ചെയ്യുന്നത് കാർഡിൻ്റെ വിഡ്ജറ്റിനുള്ളിലാണ്. നമ്മൾ കളർ ഇതുപോലെ കൊടുത്തിരുന്നു. ഓക്കെ, സോ നമുക്കിവിടെ വൈറ്റ് കളർ ലഭിച്ചു. അതുപോലെ നമുക്കിതിൽ ലീഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. സോ ലീഡിംഗ് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. നമ്മുടെ ടെക്സ്റ്റിന് മുമ്പായിട്ട് നമുക്ക് എന്തെങ്കിലും ഐക്കൺ കൊടുക്കണമെങ്കിൽ ലീഡിംഗ് കൊടുക്കാം. സോ നമ്മളിവിടെ ഐക്കൺ വിഡ്ജറ്റ്, അതിനുള്ളിൽ ഐക്കൺസ് ക്ലാസ്, ഐക്കൺസ് ഡോട്ട് നമ്മൾ മൂവി എന്ന് പറയുന്ന ഒരു ഐക്കൺ കൊടുക്കാം. സേവ് ചെയ്യാം. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ മൂവി ഐക്കൺ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ ടൈറ്റിൽ കളർ കൊടുത്ത പോലെ, ടെക്സ്റ്റ് കളർ കൊടുത്ത പോലെ നമുക്ക് ഐക്കൺ കളറും ഇവിടെ കൊടുക്കാൻ സാധിക്കും. സോ നമ്മൾ കളേഴ്സ് ഡോട്ട് വൈറ്റ് കൊടുക്കാം. കളേഴ്സ് ഡോട്ട് വൈറ്റ്. സേവ് ചെയ്യാം. സോ ഇതുപോലെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമുക്കിതിൽ ട്രെയിലിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ലിസ്റ്റ് ടൈലിൽ ട്രെയിലിംഗ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. നമുക്ക് അവസാനം ഈ ഭാഗത്ത് നമുക്ക് ഐക്കൺസ് കൊടുക്കാൻ സാധിക്കും. സോ ഞാനിവിടെ ഐക്കൺ വിഡ്ജറ്റ്. ഓക്കെ, ഐക്കൺ വിഡ്ജറ്റ്. അതിനുള്ളിൽ ഐക്കൺസ് ഡോട്ട് നമ്മൾ മോർ ഹൊറിസോണ്ടൽ കൊടുക്കാം. സേവ് ചെയ്യാം. സോ ഈ ഒരു രീതിയിൽ നമുക്കിവിടെ ഐക്കൺ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കിതിനെ മുഴുവനും നമുക്കിനി ക്ലിക്കബിൾ ആക്കണമെങ്കിൽ നമ്മളിവിടെ ലിസ്റ്റ് ടൈലിനുള്ളിൽ വന്നതിന് ശേഷം നമ്മൾ ഓൺ ടാപ്പ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. ഓൺ ടാപ്പിൽ നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിൾ ഫംഗ്ഷൻ, empty ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും, ടാപ്പ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ കൊടുക്കണമെങ്കിൽ ഇതിനുള്ളിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ നമ്മളിപ്പോൾ കാർഡാണ് പഠിക്കുന്നത്. പക്ഷേ കാർഡ് പഠിക്കുന്നതോടുകൂടി നമ്മൾ ലിസ്റ്റ് ടൈൽ എന്ന് പറയുന്ന ഈ വിഡ്ജറ്റ് കൂടി പഠിച്ചു. സോ നമുക്ക് ഈ കാർഡിനെ നമുക്കൊരു പാഡിങ്ങിനുള്ളിലോട്ട് മാറ്റാം. സോ നമുക്ക് 4 ഭാഗത്തുനിന്ന്
കുറച്ച് സ്പേസ് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ കാർഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റീഫാക്ടറിൽ ക്ലിക്ക് ചെയ്യുക, റാപ്പ് വിത്ത് പാഡിംഗ് എന്നത് കൊടുക്കുന്നു. സോ നമ്മളിവിടെ ഒരു 8 പകരമായി ഒരു 10 കൊടുക്കുന്നു, സേവ് ചെയ്യാം. സോ നമുക്കിതുപോലെ മുകളിലും താഴെയും നമുക്ക് സൈഡിലുമൊക്കെ ഒരു ചെറിയ ഗ്യാപ്പ് ലഭിക്കുന്നതായിരിക്കും. സോ ഇതാണ് നമ്മൾ ഒരു സിമ്പിൾ കാർഡാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. സോ നമ്മൾ ഈ ഒരു കാർഡ് നമ്മൾ താഴോട്ട് ഇതുപോലെ കോപ്പി ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് ആദ്യം പാഡിംഗ് ആയിരിക്കും വരിക, അവിടെ ഒരു കോമ കൊടുക്കുക, സേവ് ചെയ്യാം. സോ നമുക്ക് രണ്ടാമത്തെ കാർഡ് ഇതുപോലെ താഴെ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ CBIക്ക് 5 പകരമായി നമ്മളിവിടെ ലൂസിഫർ എന്ന് കൊടുക്കുന്നു, ലൂസിഫർ. അതുപോലെ സ്റ്റാറിങ് മോഹൻലാൽ എന്ന് കൊടുക്കുന്നു, മോഹൻലാൽ. സേവ് ചെയ്യാം. സോ ഇതുപോലെ നമ്മൾ അടുത്ത കാർഡ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ ഇനിയും വേണമെങ്കിൽ നമ്മൾ താഴോട്ട് വീണ്ടും കോപ്പി ചെയ്യാം. ഇവിടെ നമ്മൾ കടുവ എന്ന് കൊടുക്കുന്നു, കടുവ. സ്റ്റാറിങ് പൃഥ്വിരാജ് എന്ന് കൊടുക്കുന്നു, പൃഥ്വിരാജ്. ഓക്കെ, സേവ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് താഴോട്ട് ഇതുപോലെ എത്ര കാർഡ്സ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ കാർഡ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചെറിയൊരു റൗണ്ടഡ് ഷേപ്പ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ താഴെ ഒരു ചെറിയ ഷാഡോ ലഭിക്കുന്നതായിരിക്കും. ഈ ഷേപ്പും ഷാഡോയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. സോ നമ്മൾ ഈ കടുവയുടെ ഈ ഭാഗത്ത് കാർഡിൻ്റെ അവിടെ വരുന്നു. സോ കാർഡിനുള്ളിൽ വന്നതിന് ശേഷം കളറിന് താഴെയായി നമ്മൾ ഷേപ്പ് എന്നുണ്ടായിരിക്കും, ഷേപ്പ്. ഓക്കെ, ഷേപ്പിൽ അത് നമുക്ക് ഷാഡോ കളർ നോക്കാം. ഓക്കെ, ഷാഡോ കളർ. സോ നമ്മളിവിടെ കളേഴ്സ് ഡോട്ട് നമ്മൾ തൽക്കാലം ഇവിടെ ഒരു റെഡ് കൊടുക്കാം, റെഡ്. ഓക്കെ, സേവ് ചെയ്യാം. സോ നമുക്ക് ചെറിയൊരു കളർ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ നമുക്കത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ എലിവേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. സോ എലിവേഷൻ നമുക്കൊരു 20 കൊടുക്കാം, സേവ് ചെയ്യാം. സോ ഇപ്പോൾ നിങ്ങൾക്ക് താഴെ ഇതുപോലെ കാണാൻ സാധിക്കും. ഓക്കെ, അതിൻ്റെ ഷാഡോ, വലിയൊരു ഷാഡോ കാണാൻ സാധിക്കും. സോ എലിവേഷൻ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച്, നമ്പർ കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഈ ഷാഡോ ഇതുപോലെ താഴോട്ട് കൂടുന്നതായിരിക്കും. ഓക്കെ, സോ അതുപോലെ നമുക്ക് ഷാഡോ ഇതുപോലെ കൊടുക്കാം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷേപ്പ് കൊടുക്കണമെങ്കിൽ ഷേപ്പ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. സോ ഇതിൽ നമ്മൾ റൗണ്ടഡ് റെക്റ്റാങ്കിൾ ബോർഡർ. സോ ഇതിനുള്ളിൽ നമ്മൾ ബോർഡർ റേഡിയസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി, നമ്മൾ ബോർഡർ റേഡിയസ് ഡോട്ട് സർക്കുലർ. സോ ഇതിനുള്ളിൽ നമ്മളൊരു റേഡിയസ് കൊടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണമായി ഞാൻ 20 കൊടുക്കാം, സേവ് ചെയ്യാം. സോ ആ വിഡ്ജറ്റിന് മാത്രം നമുക്ക് ഇതുപോലെ റൗണ്ട് ആയിട്ടുള്ള ഷേപ്പ് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് ഷേപ്പും ഓൾറെഡി അതിന് ഷേപ്പും ഷാഡോ ഉണ്ടെങ്കിലും നമുക്കിതുപോലെ അത് പ്രത്യേകം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഉദാഹരണമായി എനിക്ക് താഴോട്ട് ഒരുപാട് കാർഡുകൾ കൊടുക്കണമെന്ന് നോക്കുക. സോ ഞാൻ ഇത്രയും ഭാഗം ഈ മൂന്ന് കാർഡും ഞാൻ താഴോട്ട് 2 തവണ കോപ്പി ചെയ്യുന്നു. സോ എല്ലാ പാഡിങ് കഴിയുന്നിടത്തും നമ്മളിതുപോലൊരു കോമ കൊടുക്കാം. ഓക്കെ, കോമ. ഓക്കെ, ഇവിടെ നമുക്കൊരു കോമ കൊടുക്കേണ്ടതുണ്ട്, കോമ കൊടുക്കാം. അതുപോലെ അതിനുശേഷം സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ താഴോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കാർഡ്സൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ നിങ്ങളിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു എററുണ്ട്, ബോട്ടം ഓവർഫ്ലോഡ് ബൈ 203 പിക്സൽ. സോ ഇപ്പോൾ നമ്മൾ ഒരു കോളത്തിനുള്ളിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്കിത് സ്ക്രോളബിൾ അല്ല, നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, സോ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ മറ്റൊരു ഇതിൻ്റെ കൂടെ കാർഡ് പഠിക്കുന്നതോടൊപ്പം നമ്മൾ മറ്റൊരു വിഡ്ജറ്റ് കൂടി പഠിക്കുകയാണ്. സോ അതിൻ്റെ പേരാണ് ലിസ്റ്റ് വ്യൂ. സോ നമ്മൾ കോളത്തിന് പകരം ബോഡിയിലെ ആ ഒരു വിഡ്ജറ്റ് കൊടുത്തിരുന്നു, പാരൻറ്റ് വിഡ്ജറ്റ്. ആ കോളത്തിന് പകരമായി നമ്മളിവിടെ ലിസ്റ്റ് വ്യൂ എന്ന് കൊടുക്കുന്നു, ലിസ്റ്റ് വ്യൂ. സേവ് ചെയ്യാം. ലിസ്റ്റ് വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ളിൽ കൊടുക്കുന്ന എല്ലാ കണ്ടൻറ്റും നമുക്ക് സ്ക്രോൾ ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം നമ്മളിതുപോലെ താഴോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കാർഡ്സൊക്കെ ഇതുപോലെ സ്ക്രോൾ ചെയ്ത് കാണാൻ സാധിക്കും. സോ അതിന് നമ്മൾ ലിസ്റ്റ് വ്യൂ എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റാണ് ഉപയോഗിക്കുന്നത്. സോ ഇത്തരത്തിൽ നമുക്ക് കാർഡ് ക്രിയേറ്റ് ചെയ്യാം. കാർഡിന് ബേസിക് ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞ പോലെയുള്ള ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റൈൽ ഉണ്ടായിരിക്കും.